അങ്ങനെ നമ്മൾ സാഷ്ടാംഗം ശബരിമല അയ്യപ്പൻ്റെ മുന്നിലിതാ പ്രണമിച്ചിരിക്കുന്നു. അയ്യപ്പാ, അവിടെ ഇനി ഒരു സ്ത്രീയും കയറണ്ട. 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു സ്ത്രീയെയും നീ ഇനി കാണണ്ട അയ്യപ്പാ, പോർക്കണേ, എല്ലാ ഓട്ടും ഇങ്ങ് വരട്ടെ. അങ്ങനെ നമ്മുടെ പിണറായി വിജയൻ വീണ്ടും അടുത്ത കഥയുമായി ഇറങ്ങിയിട്ടുണ്ട്. ഈ കഥയുടെ പേരാണ് അയ്യപ്പ 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 വദനം. നേരത്തെ അയ്യപ്പ വധമായിരുന്നു നേരത്തെ കഥ. അത് കേരളത്തിൽ ഓടിയില്ല. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിക്കൊണ്ട് അയ്യപ്പ വധം നടത്താൻ തീരുമാനിച്ചു. അത് മാറ്റി ഇപ്പോൾ അയ്യപ്പ വദനം എടുത്തിരിക്കുകയാണ് അദ്ദേഹം. അയ്യപ്പ സപ്താഹത്തിനുള്ള പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അത് വാങ്ങി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള അയ്യപ്പ സപ്താഹത്തിൻ്റെ പുസ്തകം പിണറായി വായിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ താമസിയാതെ, ചിലപ്പോൾ ഈ മാസം തന്നെ അദ്ദേഹം ആചാര്യൻ കേരളത്തിലെല്ലായിടത്തും അയ്യപ്പ സപ്താഹങ്ങൾ നടത്തുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പാരായണം ഉണ്ടായിരിക്കും. കാരണം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ പാടില്ല. അടിക്കട തബല എന്തോന്ന് സാഹിത്യകാരൻ എന്തോന്ന് കൂടെയുള്ള ആളെന്ന് പറഞ്ഞ് ചോദിക്കത്തില്ല. നമ്മൾ ഈ കഥാപ്രസംഗത്തിലിപ്പോൾ ഒരു ഗുമ്മുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അടിക്കട തബല എന്ന് പറയില്ല. പക്ഷേ ഇതാരും ഇവിടെ അടിക്കാനില്ല, വീഡിയോ ആയതുകൊണ്ട്. എന്തായാലും കേൾക്കുന്നവർ അടിക്കട്ടെ തബല. വളരെ മനോഹരമായിരിക്കുന്നു. ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇന്ന് കെ ജയകുമാർ IAS ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഓഡിറ്റ് നടത്താൻ ഞങ്ങൾക്ക് സമയമില്ല, അത് കോടതി നടത്തിക്കോട്ടെ. കോടതി ചോദിച്ചു, അവർക്കെല്ലാം കൊടുക്കും, അവർ ഓഡിറ്റ് ചെയ്തോട്ടെ, അവർക്ക് ഇഷ്ടമുള്ളൊരു ഓഡിറ്റർ വെച്ച് കോടതി ഓഡിറ്റ് ചെയ്തോട്ടെ. അപ്പോൾ ശബരിമലയിൽ ഇനി എന്തായിരിക്കും നിലപാടെന്ന് ചോദിച്ചപ്പോൾ, ഓരോറ്റ സ്ത്രീയും 10 വയസ്സ് കഴിഞ്ഞാൽ 50 വയസ്സിന് താഴെയുള്ള ഓരോറ്റ സ്ത്രീയും ശബരിമലയിൽ കയറരുത്, അയ്യപ്പൻ കോപിക്കുമെന്നാണ്. ഞങ്ങൾ പണ്ടേ പറഞ്ഞതാണ്. പിന്നെ ഒരു ടെസ്റ്റിന് വേണ്ടി കുറച്ച് പേരെ കയറ്റി നോക്കാം എന്ന് മാത്രമാണ് 19-ൽ സുപ്രീം കോടതി പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ശ്രമിച്ചതാണ്. അതിനുള്ള പൊള്ളുന്ന അടി അന്ന് കിട്ടി, നല്ല അടി കിട്ടി. 19 സീറ്റും തോറ്റ്. പിന്നെ സകല വീടുകളിലും ചെന്ന് അയ്യപ്പൻ്റെ ഫോട്ടോയും കൊടുത്ത് കഞ്ഞിവീത്തൊക്കെ നടത്തി, AK സെൻ്ററിൻ്റെ അവിടുത്തെ ഭജനപ്പാട്ട് നടത്തി, കഞ്ഞിവീത്ത് നടത്തി, എന്തൊക്കെ ചെയ്തു. എന്തായാലും ജനങ്ങൾ അതൊക്കെ പുറത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കുറച്ച് വോട്ടൊക്കെ കൊടുത്തു. പിന്നെ അതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പിന് ജയിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിന് പ്രളയം വന്നു, കിറ്റുണ്ട്, കോവിഡ് വന്നു, വേറെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ കിറ്റും ഇല്ല, കോവിഡും ഇല്ല, പ്രളയവുമില്ല. പിന്നെ ആകെപ്പാടെ ഉള്ളത് ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമവും സ്ത്രീകളെ കയറ്റലുമാണ്. അപ്പോൾ സ്ത്രീകളെ കയറ്റുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായി. സ്ത്രീകളെ ഞങ്ങൾ കയറ്റുന്നില്ല. അപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നു. സ്ത്രീകളെ കയറ്റാതിരിക്കുമ്പോൾ ഇടതുപക്ഷ ബുദ്ധിജീവികൾ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പുരോഗമന കലാസാഹിത്യ സംഘം, യുക്തിവാദി സംഘം, അത് ശാസ്ത്ര നിരീക്ഷണ സംഘം, ശാസ്ത്ര വിശകലന സംഘം, ഇങ്ങനെ കുറേ ഇടതുപക്ഷ ജിഘോകളുണ്ട്. പിന്നെ ഫെമിനിസ്റ്റുകളുണ്ട്. അങ്ങനെ ഒരു വലിയൊരു വിഭാഗമുണ്ട്. ഇടതുപക്ഷ പുരോഗമന മതേതര പുരോഗമനമാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതെന്ന് പറയുന്ന വലിയൊരു വിഭാഗമുണ്ട്. അവരുടെ വോട്ട് പോവും. എങ്ങനെയായാലും വെളുക്കാൻ തേച്ചത് പാണ്ടാവുമെന്നാണ് പിണറായിയുടെ അവസ്ഥ. ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യ. ശബരിമല സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞാൽ ഹിന്ദു സമൂഹം എതിരാവും, കയറ്റണ്ടെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സമൂഹം എതിരാവും. എന്തായാലും ഒരു സമൂഹത്തെ എതിരാക്കിക്കൊണ്ടേ പോകാൻ കഴിയൂ. കഷ്ടകാലത്തിന് എതിരാവുന്ന സമൂഹം എല്ലാം VD സതീശൻ്റെ ശുഭയാത്രയോ അല്ലെങ്കിൽ കേരള പുതുയുഗ യാത്രയിൽ പങ്കെടുക്കുന്നു. അവരെല്ലാം കോൺഗ്രസ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതാണ് പിണറായിയുടെ ഉറക്കം വല്ലാതെ കെടുത്തുന്നത്.